അവിടെ കണ്ടൊരു ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ അവർ പറഞ്ഞു ഞാനിവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാർട്ടി ഇല്ല. അവർ LDF UDF BJP തോൽപ്പിച്ച് സ്വതന്ത്രയായി ജയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന സ്ത്രീയാണ് വിശ്വകർമ്മജ. അപ്പോൾ അങ്ങനെയുള്ള മിടുക്കികളായിട്ടുള്ള പലരും നമ്മുടെ സമുദായത്തിലുണ്ട്. അവിടെ വ്യക്തമായിട്ട് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ കേരളത്തിൽ എവിടെയും ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ കുറേ പേര് ജയിച്ചു വന്നു. അതുപോലെ നിയമസഭയിൽ നിർത്തുക. LDF UDF കൊടുക്കണം, BJP അതുപോലെ കൊടുക്കണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ആരെങ്കിലുമൊക്കെ ജയിച്ചു വരും. ഇപ്പം നിൽക്കുന്നവരെല്ലാവരും ജയിക്കുമെന്നോ മറ്റോ നമുക്ക് പറയാൻ പറ്റില്ല. നിൽക്കുന്നവരെല്ലാം ജയിക്കുമെങ്കിൽ പിന്നെ ഇലക്ഷൻ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ കളി നടക്കുന്നത്. 3% റിസർവേഷനാണ് വിശ്വകർമ്മജനുള്ളത് തൊഴിൽപരമായിട്ട്. വിശ്വകർമ്മജർ 10% ഉണ്ടെങ്കിൽ ഇനിയൊരു കാര്യമുണ്ട്. ഇതിനേക്കാൾ വലിയൊരു കളി നടന്നിരിക്കുന്നത് വിശ്വകർമ്മജർ എത്രയെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആർക്കും പറയാൻ കഴിയില്ല ഇവരുടെ സമുദായക്കാർ എത്രയെന്ന്. ഒരു ഏകദേശ രൂപം പറയാനേ പറ്റൂ. അതിനെന്താ കാരണം? ഇവിടെ ജനസംഖ്യ എടുക്കുന്ന സമയത്ത് ജാതി അടിസ്ഥാനത്തിൽ ജനസംഖ്യ എടുത്തിരുന്നുവെങ്കിൽ അതറിയാൻ കഴിഞ്ഞേനെ. 2011 ജാതി അടിസ്ഥാനത്തിൽ ജനസംഖ്യ എടുത്തു. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാനായിട്ട്, വെളിച്ചം കാണാനായിട്ട് പലരും സമ്മതിച്ചില്ല. ഈ പലർ എന്ന് പറയുന്നത് മുന്നോക്ക ജാതിക്കാരായിട്ടുള്ള ചിലരാണ്. കാരണം എത്ര ഈഴവനുണ്ട്, എത്ര നായരുണ്ട് എന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എത്ര മുസ്ലിമുണ്ട്, എത്ര ക്രിസ്ത്യാനി എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പുറത്തു വന്നാൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അധികമായിട്ടുള്ള സുഖങ്ങളാണ്, ജോലി സാധ്യതകളാണെന്നുള്ളത് ജനം മനസ്സിലാക്കും. വിശ്വകർമ്മജരെ പോലുള്ള ആരെയും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 10% വിശ്വകർമ്മജരുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ആനുപാതികമായ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നവർക്കറിയാം. 10% പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന PSCയിലും മറ്റും 5% റിസർവേഷൻ നമുക്ക് കിട്ടുന്നത് 3%. അതും ക്ലാസ് 4 ജീവനക്കാർക്ക് 2%. ഇതൊക്കെ ആർക്ക് കിട്ടുന്നു? മറ്റു ചിലർക്കും കിട്ടുന്നു. അപ്പോൾ റിസർവേഷൻ ഇല്ലാത്തവരാണ് മുന്നോക്ക ജാതിക്കാർ, ഈ പറയുന്ന സവർണർ. അങ്ങനെ ആയിരുന്നു അവസ്ഥ. അതും മാറി, അതും മാറ്റി. EWS എന്നുള്ള പേരിൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർ എന്നൊരു പുതിയ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നു. അവർക്ക് 10% റിസർവേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആകപ്പാടെ കേരളത്തിലെ സവർണർ എന്ന് പറയുമ്പോൾ 10-12 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ ആ പറയാം 10-12 ലക്ഷമല്ല, 10-12% വരുന്നത്. ഈ 12% പേരാണെന്നുണ്ടെങ്കിൽ ആകപ്പാടെ 6% റിസർവേഷൻ കൊടുക്കാൻ പറ്റൂ. പക്ഷെ നമ്മുടെ സർക്കാർ കൊടുത്ത എത്രയെന്ന് അറിയുമോ? 10. അതിൻ്റെ കഥകൾ പറയുകയാണെങ്കിൽ വളരെയേറെ ഉണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം പലരും സംസാരിക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ ആ 6%-ന് പകരം 10% കൊടുത്തു. ഇനി ആ 10%മോ അതും കളിപ്പീരാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടുത്തെ മന്ത്രിസഭയും ഇവിടുത്തെ MLA-മാരും അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 50% റിസർവേഷനെ ഒരു ലിസ്റ്റിൽ നിന്ന് പാടുള്ളൂ. അപ്പോൾ 100 പേരെ എടുക്കുമ്പോൾ 50 പേരെ മാത്രമേ റിസർവേഷനിൽ പെടുത്താവൂ. 10% റിസർവേഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ പറയുന്ന 50-ന്റെ 10% വേണം കൊടുക്കാൻ. 50-ന്റെ 10% 5ആണ്. അപ്പോൾ 5 പേർക്ക് ജോലി കൊടുക്കാവൂ. സർക്കാർ കൊടുക്കുന്നതോ 10 പേർക്ക് എന്ന് പറയുമ്പോൾ 20%. ചുരുക്കത്തിൽ 5% കിട്ടേണ്ടവർക്ക് എല്ലാ പേരും കൂടെ അംഗീകരിച്ച് 10 ആക്കി. എന്നിട്ട് കൊടുക്കുന്നത് 20. ഇവിടെ ഇത് ചോദിക്കാനായിട്ട് ആരുമില്ല. കാരണം എന്താണ്? അവിടെ ഇരിക്കുന്ന ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അതെല്ലാം സവർണരാ കൂടുതൽ. ബാക്കി കുറച്ചുപേരുണ്ട്, അവരങ്ങ് അടിച്ചൊതുക്കിയിരുത്തും. ഈ ഒരവസ്ഥ മാറണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ജാഥയിലൊരു പ്രധാനപ്പെട്ട ഘടകം അതും കൂടിയാണ്. അതുപോലെ ഇതൊക്കെ നമ്മൾ ചുമ്മാ നിങ്ങളോട് പറയല്ലേ, ഇക്കാര്യങ്ങളെല്ലാം പല സ്ഥലത്ത് ഞങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം തന്നെ ഒരുമിച്ച് എഴുതി വിശദീകരിച്ച് ഈ ആഴ്ച തന്നെ ഈ കോൺഗ്രസിനായാലും UDF-നായാലും LDF-നായാലും ഈ BJP-ക്കായാലും നമ്മൾ നൽകും. എന്നിട്ട് അവരോട് സംസാരിക്കും, എന്തിന് ചെയ്യാൻ പറ്റുന്നുള്ള ചോദിക്കും. അല്ലാതെ ചുമ്മാ ഒരു യാത്ര നടത്തിയിട്ട് വന്നതല്ല. അപ്പോൾ ഈ യാത്രയ്ക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ വീണ്ടും പറയുന്നു, വളരെയധികം കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇതുപോലുള്ള എല്ലാറ്റിനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത്. ഈ യാത്ര കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി. കേരളത്തിലെ മുഴുവൻ വിശ്വകർമ്മ സമുദായത്തെയും അതിൽ പ്രധാനികളെയും കണ്ടു. പല സ്ഥലങ്ങളിലും VMS-ഉം VSS-ഉം ഒക്കെ നേരിട്ടു. ഇന്ന് രാവിലെ
അവസാനത്തെ യോഗത്തിൽ തൊട്ടും അവസാനം എന്ന് പറഞ്ഞാൽ വെമ്പായത്തായിരുന്നു. തിരുവനന്തപുരത്ത് 14ാമത്തെ ജില്ലയിൽ കടന്നപ്പോൾ വെമ്പായത്ത് വെച്ചായിരുന്നു സ്വീകരണം. അതിന് തൊട്ട് മുമ്പായിട്ട് 13ാമത് കൊല്ലത്ത് പോയി. കൊല്ലത്ത് പുനലൂരിന് അടുത്ത് വെച്ച് സ്വീകരണം വന്ന സമയത്ത്, അഞ്ചൽ സ്വീകരണം ഉണ്ടായിരുന്ന സമയത്ത് അത് ഉദ്ഘാടനം ചെയ്തത് AKBMSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് ഇതിന് അധ്യക്ഷനായിട്ടിരുന്നത് AKBMSന്റെ താലൂക്ക് സെക്രട്ടറിയാണ്. അപ്പോൾ അവരെല്ലാ പേരും വരുന്നു, സ്വീകരിക്കുന്നു. VSSന്റെ പലരും വന്നു ഞങ്ങളെ സ്വീകരിക്കാൻ. അവർക്കൊക്കെ മനസ്സിലായി ഇനിയിപ്പം കടിച്ചു തൂങ്ങിയിട്ട് കാര്യമില്ല, വിശ്വകർമ്മ ഐക്യവേദിയോടുകൂടി നിന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, ഇതിനു വേണ്ടി എല്ലാവിധമായ സഹായങ്ങളും ചെയ്ത, ഇത്തരത്തിൽ ഇത്രയും പേരെ ഈ സമയത്ത് ഇവിടെ എത്തിച്ച, പ്രത്യേകിച്ചും വർക്കലയിൽ നിന്നും മറ്റും വന്ന, മറ്റ് പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന, വർക്കലയല്ല നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്ന്, ആലങ്ങാട് നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്, അങ്കമാലിയിൽ നിന്ന് 15 പേര് വന്നിട്ടുണ്ട്, പാലക്കാട് നിന്ന് പ്രതിനിധികൾ വന്നിട്ടുണ്ട്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അത് പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി. അപ്പോൾ എന്തായാലും വളരെ പ്രയാസങ്ങൾ സഹിച്ച്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.